ഹായ് ഫ്രണ്ട്സ്, UP വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ ബോളുകൾ എങ്ങനെ എളുപ്പത്തിൽ കൊത്തുപണി ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ഉളി വെച്ചിട്ടാണ് ഈ ബോൾ കുത്തുന്നത്. ഇത് പെട്ടെന്ന് ഇതുകൊണ്ട് കുത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. നമുക്ക് വലിയ ബോൾ കുത്തണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വലുതുണ്ടാക്കിയാൽ മതി. ഹാഫ് റൗണ്ടായിട്ടാകും ഒരു കുഴിഞ്ഞ ഒരു ഉളിയാണിത്. ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ബോളുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഉളിയുടെ സൈഡ് ഹാഫ് റൗണ്ടായിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്യുമ്പം അത് സൈഡ് കുത്തിപ്പോകത്തില്ല. അത് കറക്റ്റായിട്ട് ആ ഹാഫ് റൗണ്ടായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഈ ഹാഫ് റൗണ്ടിൻ്റെ അകം കുഴിവായതുകൊണ്ട് നമ്മൾ ഈ ബോളിൻ്റെ മുകൾ വശം കുത്തുമ്പോൾ അത് ആ ബോളിൻ്റെ ആ മുകൾ വശം അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതാണ് ഈ ഉളിയുടെ പ്രത്യേകത. ഇങ്ങനെയുള്ള ഉളി നമുക്ക് മുന്തിരിക്കൊലയൊക്കെ കൊത്താനായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ പല വലുപ്പത്തിലുള്ള ഉളി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പല വലുപ്പത്തിലുള്ള ബോളുകൾ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പേപ്പർ പിടിച്ച് കഴിയുമ്പോഴത്തേന് ആ ബോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ അത്ര ഫിനിഷിംഗ് ആയിട്ട് ഈ ഉളി കൊണ്ട് നമുക്ക് ബോളുകൾ കുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ ഈ ബോളുകൾ ഈ ഉളിയെ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഓക്കെ, നമുക്ക് ബോൾ കൊത്താനായിട്ട് ഈ ഒരു ഉളിയുടെ ആവശ്യമേ ഉള്ളൂ. നമുക്കിങ്ങനെ ഒരു ഉളി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ബോൾ വേണേലും ഇങ്ങനെ കൊത്തിയെടുക്കാൻ പറ്റും. നമുക്കിത് ഇങ്ങനെ കൊത്തിയെടുക്കാം. അതുപോലെ തന്നെ ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലും കൊത്താൻ പറ്റും. ഈ സൈഡ് എടുത്തു കഴിഞ്ഞാൽ പ്രൊജക്ഷനായി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ ഈ ഉളിയുടെ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.